ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിന്റെ രായാവ് എന്ന് സ്വന്തമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് നാട്ടുകാര് എന്നെ രായാവായിട്ട് പറയും എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വ്യക്തി മുടുക്കനാണ് കേട്ടോ. നിങ്ങൾ പലർക്കും ഈ ഒരു വ്യക്തി ഇഷ്ടമല്ല, എനിക്കറിയാം. പേഴ്സണലി എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടപ്പം ഈ വ്യക്തിയെ പലർക്കും ഇഷ്ടമല്ല. ഇതിന്റെ ഒച്ച കേൾക്കുന്ന പോലും പലർക്കും ഇഷ്ടമല്ല. തംബ്നെയിൽ കണ്ടു കാണുമല്ലോ ഫോട്ടോ കണ്ടപ്പം. അപ്പം ഞാൻ ഇന്നും എന്നോട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കുക, വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇവന്റെ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നത്. ഇവൻ ഒരു കള്ളത്തരം മുക്കാൻ മുക്കി ഒരു കള്ളം, ഒരു തെളിവ് മുക്കി. അപ്പം ആ തെളിവ് ഞാൻ വേറെ ആരും ഈ റിയാക്ട് ചെയ്യുന്ന ആ ഒരു സാധനം വെച്ച് വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ 53,000 പേരെങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ആ കണ്ടതിനകത്ത് ഒരു വ്യക്തി ഇവരായിരിക്കും, ഇല്ലെങ്കിൽ ഇവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും, ഇല്ലെങ്കിൽ അവൻ ആ വീഡിയോ മുക്കത്തില്ല, ഇല്ലെങ്കിൽ അവൻ ആ വീഡിയോ ഡിലീറ്റ് കളയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണിച്ചത് ഇന്ന്. അവന്റെ വിചാരം അവൻ മാത്രമേ ഉള്ളൂ മറ്റേ ബുദ്ധിയുള്ള മോനെന്ന, വേറെ ആർക്കും ബുദ്ധി ഇല്ലല്ലോ. അപ്പൊ ഈ വ്യക്തി ആ ഒരു വീഡിയോ മുക്കി പോട്ടെ. അതും ചെയ്തിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇവൻ ഇട്ടിട്ടുണ്ട് ഇവന്റെ ചാനലിൽ. അപ്പൊ അതിനകത്ത് ഇവൻ വലിയ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇവൻ അഖിൽമാരാറിന്റെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട്. അത് കൂടാതെ ഇവൻ ഒരു വീഡിയോ ക്ലിപ്പ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ക്ലിപ്പ് വെച്ച് ഇവൻ മറ്റേ മാന്യനാവാൻ ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ ക്ലിപ്പ് വെച്ച് മാന്യനാവാൻ ശ്രമിക്കുന്ന നിനക്ക് തിരിച്ചൊരു പണി തരാൻ എന്റെ ഒരു ഇരിപ്പുണ്ട്. അത് ഞാൻ ഇന്ന് ഈ വീഡിയോ തീരുന്നതിന് മുന്നേ കാണിച്ചു തരാം. എന്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം കുറെ പേര് കണ്ടതായിരിക്കും. അപ്പൊ ഇനി എന്തായാലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിക്കുക. കാരണം ഇനി ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ആ ഒരു വീഡിയോ ഇട്ടിരുന്നത് അവന്റെ വൈഫിന്റെ ഒരു ചാനലുണ്ട്, MRS_WOLF ബോൾഫ് എന്ന് പറയുന്ന ഒരു ചാനലാണ്, വൈഫിന്റെ ചാനൽ. അപ്പൊ അതിനകത്തായിരുന്നു ഈ 1.15 1.20 എങ്ങാണ്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇവൻ ബിഗ് ബോസിനകത്തോട്ട് കയറുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ഇപ്പൊ ഇല്ല, അവിടെ ഡിലീറ്റ് ചെയ്തുള്ളത്. എന്തായാലും മുടുക്കനാ, ഭയങ്കര ബുദ്ധിമാനാണ്. കാരണം അതൊരു തെളിവാണ്. ഇപ്പം പൊട്ടനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു തെളിവായിരുന്നത്. അല്ലെങ്കിൽ ഇവൻ നാട്ടുകാരെ പറ്റിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തെളിവായിരുന്നത്. അത് കളഞ്ഞു. മുടുക്കൻ, ബുദ്ധിമാൻ, നല്ല ബുദ്ധിയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നീ മാത്രമാണ് ബുദ്ധിമാൻ എന്നുള്ള ഒരു വിചാരം ഉണ്ട് നിനക്ക്. നീ അതിന്റെ പുറത്താണ് ഇന്നലത്തെ ആ വീഡിയോയിൽ വന്നിരുന്ന മറ്റേ തള്ളി മറിക്കുന്നത്. എടാ മോനെ, എനിക്ക് ഒറ്റ കാര്യം നിന്നോട് പറയാനുള്ളൂ. നീ മറ്റേ വലിയ മറ്റവനാണ്, ഞാനാണ് പൊളി എന്ന് വിചാരിക്കുന്നതിന്റെ ആ വിചാരിക്കുന്നതിനകത്ത് ഒരു സെക്കൻഡ് നീ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ നിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്ക്. അല്ലെങ്കിൽ നിന്നെ പറ്റി ആര് ഒരു വീഡിയോ ചെയ്താലും അതിന്റെ കമന്റ് ബോക്സ് നീ ഒന്ന് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ എന്ത് കാണിക്കുന്നു എന്നതല്ല ഞങ്ങളുടെ വിഷയം. നീ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കാണിച്ചിട്ട് വരിക. ചില ആളുകൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, അവരുടെ എക്സ്പെക്ടേഷൻ നിനക്ക് നീ എക്സ്പെക്ടേഷൻ നമ്മുടെ ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഞാനൊക്കെ അത് വിട്ടേ കളഞ്ഞു, അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ നീ മറ്റുള്ളവരുടെ അവസരം കളഞ്ഞടാ. അതിനാണ് ഇവിടെ ഇത്രയും ആളുകൾ നിനക്കെതിരെ ഇപ്പൊ നിൽക്കുന്നത്. നീ അവസരം കളഞ്ഞു, എന്നിട്ട് അത് കളയുകയും ചെയ്തു. എന്നിട്ട് വന്നിരുന്നെങ്കിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുക. നീ ഇത്രയും കാലം കുറെ ആയല്ലോ സീസൺ, മറ്റേ ബിഗ് ബോസിലെ ആൾക്കാരെ ആയിരുന്നു നീ മറ്റേ വലിച്ചു കീറുന്നു. ആ നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ കാണിച്ചതിന് നീ ജനങ്ങളോട് മാപ്പ് പറയും. പക്ഷെ നീ അത് ചെയ്യുന്നില്ല. നീ അപ്പോഴും നിന്നെ മറ്റേ താങ്ങിപ്പൊക്കി, നീ മറ്റേ വലിയ സെറ്റപ്പ്, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവൻ, മറ്റേ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് നീ അങ്ങോട്ട് ഇറങ്ങുക. ആങ്ങളെയും പെങ്ങളും, ആ ഒരു പെങ്ങളും നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ സിജോയ് എന്തുകൊണ്ട് ഇറങ്ങാൻ കാരണം? നീ ഒറ്റടുത്താൻ കാരണം. അല്ലാതെ ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യൻ പറയത്തില്ല അവര് പുറത്താവാൻ കാരണക്കാരൻ നീ അല്ലാന്ന്. ഇവിടെ ഒരാൾ പോലും അല്ലാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇവന്റെ കുറച്ച് ഇന്നലത്തെ തള്ളലുകളുണ്ട്. എല്ലാം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. കുറച്ച് സാധനങ്ങൾ കാണിക്കാം, നിങ്ങളത് കാണുക ദൈവത്തെ ഓർത്ത്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷം ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവ മുഖ്യ വീഡിയോ ക്ലിപ്പ്. അപ്പൊ എന്തായാലും ഇതൊന്ന് കണ്ടു തുടങ്ങിക്കോ. 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ചുമ്മാ സെൽഫ് അടിക്കും അളിയൻ. സെൽഫ് അടിയാണ് അളിയന്റെ മെയിൻ പരിപാടി. ഞാനാണ് രായാവ്, ഇനി വേറെ രായാവ് പാടില്ല. സീസൺ 5 രായാവ് ഉണ്ടായത്, സീസൺ 6 ഇതുവരെ രായാവ് ഇല്ല. അതുകൊണ്ട് വേറെ ആരും രായാവാൻ ഞാൻ ഇല്ലടാ. സീസൺ 6 രായാവുണ്ട്. സീസൺ 6 രായാവാണ് സായി മോൻ കേട്ടാ. നീയാണ് രായാവ്, ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായ. ഇതിപ്പോ ഇവൻ ആരെ പറ്റിയാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് സംഗതി വേറൊന്നുമല്ല. ഇവൻ മറ്റേ കൊച്ചി എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ അവിടെ വിജയികളാവുന്നതും ചില സ്ത്രീകളെ വെച്ചിട്ട്, ചില സ്ത്രീകൾ അവിടെ നിന്ന് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾക്ക് എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സായി വന്ന് ഇറങ്ങിയപ്പോൾ സായിയോട് ചില മീഡിയക്കാരത് ചോദിച്ചു. അപ്പൊ സായി പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ അഖിൽമാരാറുടെ അടുത്ത് ചോദിക്കൂ, അതുപോലെ തന്നെ അഖിൽമാരാർ അങ്ങനെയാണോ ജയിച്ചതെന്ന് ചോദിക്കൂ, അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. അപ്പൊ അതിന് അഖിൽമാരാർ തക്കതായിട്ടുള്ള ഒരു മറുപടി കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നപ്പോഴത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാനത്തിൽ ഇരുത്തി അങ്ങ് കൊടുത്തു. മറ്റേ
ഏത്തപ്പഴം ഉണ്ടല്ലോ ഇവന്റെ വായിക്കാത്ത കൊണ്ട് വെച്ച് തള്ളിക്കൊടുത്തു. ആ ഒരു സീനിൽ ഇവനങ്ങ് കിട്ടി. അപ്പൊ അത് ഇവനങ്ങ് പൊളിഞ്ഞു കൊണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ അതിനെതിരെയാണ് ഇന്നലെ ഈ മോൻ വന്നിട്ട് ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഇടുന്നത്. നല്ല മറ്റേ ഊക്കുവാണെന്നാണ് ഇവന്റെ വിശ്വാസം അഖിൽമാരാറിന്റെ. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലടാ തോന്നിയത്. നമുക്ക് തോന്നിയത് നീ നിന്റെ കുഴി കൊണ്ട് വന്ന. അതുപോലെ തന്നെ ഇവന്റെ ഈ വീഡിയോ ഞാൻ മൊത്തം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമേ ഉള്ള കാര്യം പറയാം, നിങ്ങളെ പോലെ തന്നെയാണ്. എനിക്ക് ഇവന്റെ ഒരു പരിധിയിൽ കൂടുതൽ ഇരുന്ന് കാണാനൊന്നും വയ്യ. പിന്നെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടപ്പോഴാണ് ഒരു പോയിന്റിൽ ഇവനൊരു സാധനം പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോഴാണ് എനിക്ക് പൊളിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി. അവിടെ വരെയുള്ള കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നതും. കാരണം അവിടെ വരെ മതി എനിക്ക്. ബാക്കി ഇവന്റെ കഥയൊന്നും കേൾക്കാൻ വയ്യ. അത്ര ഇവൻ പറഞ്ഞപ്പോൾ തന്നെ ഇവനെ കള്ളത്തരം എനിക്ക് മനസ്സിലായി. ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇവൻ എന്തൊക്കെ കാണിച്ചാലും ഓക്കെ ഇവൻ സീക്രട്ട് ഏജന്റ്. ലൈക്ക് നമ്മളെല്ലാരും ഈ റിയാക്ഷൻ പരിപാടി വരുന്നത്, ഞാനൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇവൻ കൊള്ളാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സോ നമുക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൂഡിൽ നമ്മൾ വരുന്നത്. ആ ഒരു സാധനം എപ്പോഴും ഇവനോടുള്ളതുകൊണ്ട് എവിടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇവൻ ഈ കാണിച്ച പരിപാടിയോടും ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് പോയി. കാരണം ഇവനത് മുക്കി. അതാണ് എനിക്ക് പൊളിഞ്ഞത്. എന്തിനും മുക്കി. ഇവന്റെ സൈഡിലാണ് തെറ്റ് ശരിയെങ്കിൽ ഇവൻ എന്തിനും ഇങ്ങനത്തെ ഓരോ പരിപാടി കാണിക്കുന്നു, മുക്കുന്നു ഓരോ വീഡിയോകൾ. ആ വീഡിയോയിലൊക്കെ വരാം. എന്തായാലും ഇത് ബാക്കിയും കൂടെ ഇപ്പം പറയുന്ന കേൾക്കാം. അഖിൽമാരാറിനെ അങ്ങ് ഊക്കാൻ വേണ്ടി വരുക. പക്ഷെ ഇപ്പൊ മോൻ തന്നെ തിരിച്ച് പണി മേടിച്ചു വെച്ച്. ഇതിന്റെ കമന്റ് ബോക്സ് നീ നോക്കിയാലും മതി കേട്ടോ സായി. എടാ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ നിന്റെ കമന്റ് ബോക്സ് നോക്കി. എനിക്ക് അത്രേ പറയാനുള്ളൂ. നോക്ക് നീ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും. വന്നിരുന്ന് മറ്റേ വീരവാദം മുഴക്കാനേ നിനക്ക് പറ്റത്തുള്ളൂ. ഒന്ന് നോക്ക് നിന്റെ കമന്റ് ബോക്സ്, എന്നിട്ട് നീ കഥ അടിക്കും. ഇതെന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കാണും. ഓക്കെ, അഖിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖിൽ തന്നെ ഇനി അതിൻ്റെയൊക്കെ വള്ളി അഖിൽ തന്നെ പിടിച്ചിട്ട് പോവാം. അഖിൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട് ഈ ലൈവിൽ. അത് എന്നെ റിലേറ്റഡ് ആകുമ്പോൾ അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഉണ്ണിമൂന്നൻ റിലേറ്റഡ് ആയിട്ടുള്ള സീനിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ ചുമ്മാ അന്നവിടെ ഇരുന്ന് ചിരിച്ച്. കാരണം എന്താ പറയുക, ഒരു വള്ളി അന്തോ മുന്തോ ഇല്ലാതെ വന്നിരുന്നിട്ടാണ് അഖിൽമാരാർ ഒരു സൈഡിൽ, അപ്പുറത്ത് ഏതോ സിയാദ് കൊറക്കറ അങ്ങേരെങ്ങാണ്ട് വന്നിരുന്നിട്ട് അങ്ങേര് വന്നിരുന്ന് എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി ഈ പറഞ്ഞ തള്ളുകൾ കേട്ട് ചിരിച്ച് ഒരു വഴിക്കായി ഞാൻ സൈഡായി. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ ഇപ്പുറത്തും. ഞാൻ സെറ്റപ്പ്. അവരൊക്കെ മണ്ടന്മാര്. സിയാദ് കോക്കർ മണ്ടൻ, അഖിൽമാരാർ മണ്ടൻ, ഞാൻ സെറ്റപ്പ് അല്ലേടാ. സായി എവിടെ പോയി നീ? നിന്റെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു മോനെ, അത് നീ കളഞ്ഞു. സത്യം പറയാലോ, ഓപ്പോസിറ്റ് 2 പേരെ പറ്റി പറയുമ്പോഴത്തേക്ക് നീ പറയുന്ന ഒരു സാധനമാണോ സായി ഇങ്ങനെ? എല്ലാരെയും പുച്ഛം, എല്ലാരും. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും മണ്ടൻ, ഞാനും മറ്റേ എനിക്കും തരും പുച്ഛം. നീ മാത്രം സൂപ്പർ. ബിഗ് ബോസ് സീസൺ 6 പോയ വലിയ മുത്ത് അല്ലേ? കുറെ സീസൺ ആയിട്ട് എന്നെ വിളിക്കുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നൊക്കെയല്ല നിന്റെ തള്ളു. എടാ ഇച്ചിരി ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, ആ ഒരു സാധനം വേണം. നിനക്കതില്ല. വന്ന വഴി മറക്കരുത് എന്നുള്ളൊരു സാധനം പണ്ടുതൊട്ട് എല്ലാവരും പറയും. നീ അത് മറന്നുപോയി. അതുപോലെ തന്നെ നമ്മുടെ ഒരു കർമ്മഫലം നമുക്ക്, നീ ദൈവത്തിലൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. നീ ദൈവവിശ്വാസം അല്ലെന്നും എനിക്കറിയാം, വിശ്വാസി അല്ലെന്നും എനിക്കറിയാം. അതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. നേരെ മറിച്ച് ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് നിനക്കറിയാവോ? അതാണ് നിനക്കിപ്പോൾ കിട്ടുന്നത്. നിന്റെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. നീ പറയുന്നതെല്ലാം നിനക്ക് തിരിച്ച് കുത്തായിട്ട് വരും. ഇത് കുറെ പേര് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ബാക്കി കാണുന്ന ജനങ്ങളോടുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് ആരോടും ഞാൻ ഇതിനായിട്ട് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക, ഇത് നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളെ ഇതിനായിട്ട് നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഇത് അത്യാവശ്യം ആളുകൾ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇവൻ ഇനി വന്നിരുന്ന് ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കരുത് ഒരു മനുഷ്യനെ. ഇവന്റെ ഈ ഒരു ഞാനാണെന്നുള്ളൊരു ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു ഹുങ്ക്, ആ സാധനം തീരണം. അത് തീരണം. എനിക്ക് സത്യമായിട്ട് എൻ്റെ മനസ്സോട് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീരണം. കാരണം ആ ഒരു അഹങ്കാരം ഇവന്റെ ഓരോ വർത്താനത്തിലും ഉണ്ട്. കാണ്. ബാക്കി മെയിൻ സാധനം ഞാൻ അവസാനമേ തരുന്നുള്ളൂ. ഇത് കാണ്. കോമഡി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒരുത്തന്നെ അപ്പുറത്തും. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം FBയിൽ ഒരു മാരക പോസ്റ്റ് ഇട്ടു. മാരക പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഏതോ ചാര സംഘടനയുടെ IT സെൽ തലവനാണെന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മളൊക്കെ വീട്ടിൽ അമ്മയും വീട്ടുകാരും കൂട്ടക്കാരൊക്കെ ഇല്ലേ, ഇത് കണ്ടതോട് കൂടിയിട്ട് ഞാനേതോ ഭീകരവാദിയാണെന്ന് വിചാരിച്ച് വീട്ടിൽ ഭയങ്കര സീനായ ടൈമിൽ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നത്, ഞാനും അഖിൽമാരാരും തമ്മിലുള്ള റിലേഷൻ. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ മാത്രം കൊണ്ട് നടക്കുന്ന ഒരുതരം എന്താ പറയുക, വളരെ സെൽഫ് അടിച്ചുകൊണ്ട് പോകുന്നത്. ലൈഫിൽ തന്നെ ഒറ്റത്തീറ്റി എന്ന് പറഞ്ഞൊരു സാധനമുള്ള ഒരുത്തനാണ് അവൻ. അതുകൊണ്ട് ഞാൻ ഇത്രകാലം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ചങ്ങാതി ലൈഫിൽ ഒറ്റത്തീറ്റിയുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അഖിൽമാരാർ എന്നാണ് ഇവൻ പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ അതിനകത്തൊന്നും പറയാൻ വരുന്നില്ല. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, നീ ആരാ? അപ്പം ഈ പറയുന്ന നീ ആരാ? നീ ഒരു ഒറ്റത്തീറ്റിക്കാരനല്ലേ? ഞങ്ങൾ ഈ ഒരു സീസണിൽ നീ പറയുന്ന സായി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് അതിനകത്ത് ഉണ്ടാക്കിയെന്നാണല്ലോ നീ എല്ലാവരോടും പറയുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഈ സായി എന്ന് പറയുന്ന വ്യക്തി അവൻ കാണിച്ച പരിപാടി എന്താ? അതിനകത്ത് ഒറ്റത്തീറ്റി പരിപാടിയല്ലേ? എന്താ നീ കാണിച്ചത്?
നീ ആർക്കും ആ ഒരു പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയിലോട്ട് വരുവാണെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ആദ്യമേ ആ വെച്ച സാധനം അപ്പൊ തന്നെ മറ്റേ ആക്രാന്തത്തോടുകൂടി, വേറെ വാക്കാ വന്നത്, ഞാനത് പറഞ്ഞില്ല, മനസ്സിൽ ആ ഒരു സാധനമാണ് കിടക്കുന്നത്. ഇവനെ എനിക്ക് അതൊക്കെ പറയാൻ തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടില്ല കേട്ടോ. ഞാനും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വില കൊടുത്ത് വേണം സംസാരിക്കാൻ. പക്ഷെ ഇവനെ പോലുള്ള ഒരുത്തന് അത് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവനത് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഇവനത് കൊടുക്കുന്നത്? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ഇവൻ ആ ഒരു സാധനം ഇല്ല, അപ്പൊ പിന്നെ ഇവനത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഇവനത് കൊടുക്കണ്ട എന്നാണ് എന്റെ മനസ്സ് എന്നോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ആക്രാന്തം പിടിച്ച ആ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടി ഇറങ്ങി പോയവനാ അവൻ ഈ ഇരുന്നിട്ട് മറ്റേ ഡയലോഗ് അടിക്കുന്നത്. വേറെ ഇനി എങ്ങാനും പണം കൂടി പൈസ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആരെങ്കിലും എടുത്താലോ എന്നുള്ളൊരു മൈൻഡ്. ഇതൊക്കെ ഇവൻ തന്നെ പറഞ്ഞതാണ്. അവനാണ് ഒറ്റത്തീറ്റയെ പറ്റി സംസാരിക്കുന്നത്. എടാ പറയുമ്പത്തേക്കുണ്ടല്ലോ, ഒന്നാമത് നമ്മളൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നീ കുറെ ആയല്ലോ ഇതിനകത്ത്. നീ കുറെ ആയല്ലോ ഈ ഒരു പരിപാടി ചെയ്തോണ്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ഇപ്പം നിന്റെ വായിൽ എന്താ ഇതൊക്കെ വീഴുന്നതറിയോ? ഒരു ദൈവം അങ്ങനല്ല ഞാൻ പറയുന്നത്. ഒരു എനർജി ഉണ്ട് നമുക്ക്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്നാണല്ലോ. നീ ഇത്രയും കാലം കാണിച്ചാൽ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുവോ? നിനക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ വീഴും. ഇത് ആളുകൾ കാണണം. എനിക്ക് അതുകൊണ്ട് ഇതൊക്കെ ആളുകൾ കാണണമെന്നൊരു ആഗ്രഹം. ഇങ്ങനത്തെ ഇതൊക്കെ ഈ ഒരു വീഡിയോ ആളുകൾ കാണണം, അവർക്ക് മനസ്സിലാവണം. നിന്റെ ഈ മറ്റേടത്തെ പരിപാടി ഉള്ള പറയാലോ. ബാക്കി ആ സീസൺ, അതായത് അഖിൽമാരാർ വന്ന സീസൺ 5, ആ സീസൺ 5 ഓഡീഷനും സാധനങ്ങളൊക്കെ നടന്ന ടൈമിൽ നമുക്ക് ഞാനും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ 1-2 സീസണായിട്ട് ഞാൻ ഓഡീഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെയും ഓഡീഷൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുണ്ട്. അത് ഇവനും അറിയാം. അപ്പോൾ ലാസ്റ്റ് ഈ ഉണ്ണിമുന്തൻ സീക്രട്ട് ഏജൻറ്റ് ഇഷ്യൂവിൽ കയറി നിന്ന് ആപ്പ് വെച്ചുകൊണ്ടാണ് അഖിൽമാരാർക്ക് അതിനൊരു ചാൻസ് കിട്ടി തന്നെ. ആ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പൊത്തിൽ പോയി ഇട്ട് കൊടുത്തു എന്നൊക്കെ അഖിൽമാരാർ അന്ന് എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്താണെങ്കിലും അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണേ, ഞങ്ങളെ പേഴ്സണൽ ടോക്കാണ്. അപ്പോൾ ഞങ്ങളന്ന് പേഴ്സണൽ ടോക്ക് ഉണ്ടായിരുന്നു. കാറിൽ പോണ സമയത്ത് മണിക്കൂറുകളോളം നേരം, ഫോൺ വിളിക്കുമ്പോൾ മണിക്കൂറുകളോളം നേരം. സോ അവൻ്റെ താളമടിയും അഖിൽമാരാറിൻ്റെ അന്നത്തെ അഖിൽമാരാർ എന്താണെന്നോ, അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കാര്യം നടക്കുന്ന സമയം വരെയുള്ള ഒരു 10-30 ദിവസത്തെ അഖിൽമാരാർ എന്താണ്, അത് രായാവല്ല, രായാവ് ആവുന്നതിന് മുമ്പുള്ള അഖിൽമാരാർ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ എന്താ പറയുക, നമ്മളാ ഒരു ഫ്രണ്ട്സ് സാധനം ഉണ്ടല്ലോ. അതായത് എനിക്ക് അങ്ങനെയാണ്, ഒരാളായിട്ടൊരു വൈബ് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ആ വൈബിൽ സംസാരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അഖിൽമാരാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് വീടിനകത്ത് കയറിയ ടൈമിൽ അത് വേറൊരു സംഗതിയായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ ടോക്ക് ആകുമ്പോൾ ഞാൻ തന്നെ അവനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ തന്നെ എല്ലാം ഒന്ന് റിവീൽ ചെയ്യുന്നില്ല. അവൻ തന്നെ വന്ന് പറയട്ടെ. ഞാൻ തന്നെ പറഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് കിട്ടേണ്ട ടൈമാണ്. നീ അതിനകത്ത് കളിക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് എനിക്കിട്ട് അടിച്ചാൽ ചിലപ്പോൾ എന്നെ വയൽക്കാടായിട്ട് വിളിക്കാൻ ചാൻസ് കാണും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പുറത്തുനിന്ന് എനിക്കിട്ട് അടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ കൊല്ലം കോൾ വന്നതുമായിരുന്നു. പിന്നെ അതങ്ങനെ തട്ടിപ്പോയി. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടായിരുന്ന ജുനൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജുനൈസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെ വീഡിയോ ഒക്കെ. അല്ല, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. അതായത് ഈ സീക്രട്ട് ഏജന്റ് ഉണ്ണിമുകുന്ദൻ ഇഷ്യൂവില് അഖിൽമാരാർ വന്നതും അഖിൽമാരാർ അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കയറിയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. സത്യം പറയാലോ, എനിക്കറിയാവുന്ന അഖിൽമാരാർ മറ്റേ ആ ഒരു പടം, ജോജുവിന്റെ ഒരു പടം ചെയ്തതും അങ്ങനെയൊക്കെ എനിക്ക്, പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സംസാരം എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. ഈ ഉണ്ണിമുകുന്ദനും സീക്രട്ട് ഏജന്റിനും പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അഖിൽമാരാർക്ക് അവിടെ മറ്റേ കയ്യിൽ എവിടേക്കോ കൊണ്ട് പൊത്തിൽ മറ്റേ വെച്ചോണ്ടാണ് അഖിൽമാരാർ കയറിയെന്നുള്ള പരിപാടിയൊന്നും നമുക്കറിയത്തില്ല. അത് സീക്രട്ട് ഏജന്റ് അണ്ണന് മാത്രമേ അറിയത്തുള്ളൂ. അണ്ണൻ അതൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊന്നും അന്ന് പറഞ്ഞില്ല? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ നീ അതൊക്കെ മുക്കി? ഇപ്പൊ അഖിൽമാരാർ നിനക്കൊട്ടൊരു കൊട്ട് കൊടുത്തപ്പം നീ തിരിച്ചത് പണി കൊടുക്കാനായിട്ട് നീ ഇറങ്ങി. അതല്ലേ സത്യം? എടാ, അതിന് പറയുന്നത്, അതിന് വേറൊരു വർത്താനം പറയും. അതായത് വേണ്ട, അത് എനിക്ക് വായിൽ വേറെ കുറെ ഇവന്റെ കാര്യം പറയുമ്പോൾ വരുന്നത്, അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അതാ ഞാൻ മിണ്ടാത്തത്. ഇവനെ എന്താ വിളിക്കണ്ടേ? ഇവനല്ലേ കുറച്ച് മുന്നേ മറ്റേ സൗഹൃദത്തിന്റെ എന്തോ വിലയുടെ കാര്യവും അതും ഇതുമൊക്കെ പറഞ്ഞത്. ഇവൻ ഇന്ന് കൂട്ടുകൂടി കമ്പനി കൂടുന്നവൻ നാളെ ഇവനെ പറ്റി എന്തെങ്കിലും ഒരു മോശം പറഞ്ഞ ഉടനെ മറ്റേ അവനെ കുത്താനായിട്ട് ഇറങ്ങുന്നവൻ. അവനാണ് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഉള്ളവൻ. ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അഖിൽമാരാറിന്റെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നീ അന്ന് പറയണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? നീയല്ലേ സീക്രട്ട് ആയിട്ട്, നീയല്ലേ മറ്റേ ആളുകൾക്ക് എന്താ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങുന്നവൻ. നീയല്ലേ ഇവിടെ പല കാര്യങ്ങളും വലിച്ചു കീറുന്നവൻ. എന്തുകൊണ്ട് ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ കാണുമ്പോൾ നീ റിയാക്ട് ചെയ്യുന്നില്ല? അത് കള്ളത്തരം ആയിരുന്നു എന്ന് നീ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ, അവൻ മറ്റവനായിരുന്നു, അവൻ മറ്റേ ഉടായ്പായിരുന്നു, അവൻ ഇന്നല്ലേ രാജാവായിരുന്നു, അന്ന് അവൻ വേറെ ഇതായിരുന്നു. എനിക്കറിയാൻ കുറെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നീ അന്ന് പറയാഞ്ഞത്? നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ വന്നിരുന്ന് പറയും അല്ലേ? നിനക്കൊരുത്തിനോട് ദേഷ്യം തോന്നുമ്പോൾ നീ വന്നിരുന്ന് പറയും.
നിന്റെ സൈഡ് ശരിയുണ്ടെങ്കിൽ നീ കാണിക്കുന്ന നീ ആ ശരി നീ തന്നെ ഇപ്പൊ വേണമെങ്കിൽ പറയും നിന്റെ സൈഡിലാണ് ശരി. നിന്റെ സൈഡ് ശരിയുണ്ടെങ്കിൽ ആ ശരി നീ പുറത്ത് കാണിക്കാതെ നീ കാണിച്ച ഉടായ്പിനെയാണ് ഇവിടെ പറയുന്നത്. നിന്നെ ഒറ്റ വാക്കേ ഉള്ളൂ മോനെ വിളിക്കാൻ, കള്ളൻ. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നിന്റെ ആവശ്യങ്ങൾ മറ്റേ ഒറ്റത്തീറ്റിയോ നീയാണത്. മനസ്സിലായില്ലേ? നീയാണത്. അക്സെപ്റ്റ് ചെയ്യാതെ ആദ്യമേ, എന്നിട്ട് മറ്റുള്ളവരെ നെഞ്ചത്ത് കയറാൻ ചെല്ലേ. എന്നിട്ട് മറ്റുള്ളവരെ വലിച്ച് കീറാൻ നിൽക്ക്. നീ ആരാണെന്ന് നീ ആദ്യമേ ഒന്ന് ആലോചിച്ച് നോക്ക്. ബാക്കി അപ്പോഴാണ് ഓരോരോ മത്സരാർത്ഥികൾ വന്നിട്ട് അഖിലേട്ടൻ ഫോൺ എടുക്കാറില്ല, അഖിലേട്ടൻ വിളിക്കാറില്ല. ഞാനിവൻ ആകെ കണ്ടത് പിന്നെ വാലാട്ടീൻ്റെ ഒരു പ്രീമിയർ ഷോന് പോയപ്പോൾ അവിടുന്ന് കണ്ടു. എൻ്റെ പൊന്നെ, എന്താണ് അഖിലേട്ടനായത്. എനിക്ക് അന്ന് മനസ്സിലായി ഇവൻ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകും, എങ്ങനെയും നിൽക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അന്നാണ് എനിക്ക് സംഗതി മനസ്സിലായത്. പിന്നെ ഒരു വട്ടം ഞാൻ ഈ സീസണിൻ്റെ ടൈമിൽ തുടക്ക സമയത്ത് ഞാൻ ഒരു വട്ടം ഒന്ന് വിളിച്ചു നോക്കി. അയ്യോ ആശാൻ വാട്സാപ്പ് കോൾ മാത്രമേ എടുക്കൂ, സാധാ കോൾ എടുക്കൂല, അങ്ങനത്തെ വേറെ പരിപാടികളാണ്. അതായത് സ്വയം പ്രഖ്യാപിത രായവായിട്ട് നടക്കുകയല്ലേ, നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ വിളിക്കാനോ വർത്താനം പറയാനോ. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ കോൾ എടുത്തില്ലെങ്കിൽ അയാൾക്ക് വേറെ പരിപാടി എന്നാണ് അവൻ പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ തന്നെ. അവന്റെ ഒരു കോൾ ഒരാൾ എടുത്തില്ലെങ്കിൽ അയാൾക്ക് വേറെ പരിപാടി. അയാൾ രായാവല്ലേ. എടാ നീ പറയുമ്പോ നിന്റെ ഇപ്പോഴത്തെ ഒരു ടോക്ക് തന്നെ ഉണ്ടല്ലോ, മാറിപ്പോയടാ മോനെ. അഹങ്കാരത്തിന്റെ മറ്റേ ടോപ്പിൽ നിന്നുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, അത് നിന്റെ സംസാരത്തിൽ ഉണ്ടത്. അത് സാധാരണ ആർക്കൊന്നും ചിന്തിച്ചാലും മനസ്സിലാവും. ഇവനെ പൊക്കാൻ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ഇപ്പം. അവിടെ ഇവിടെയൊക്കെ കാണാൻ കുറച്ച് പേര്. നീ എന്തിനാണ് അവനെ പറ്റി അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അവനെ പറ്റി അങ്ങനെ പറയുന്നത്? അവന്മാരിതൊക്കെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി. ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവര് പൊക്കിയെടുത്തോണ്ട് നടക്കും. അങ്ങനെയുള്ളവർ നടന്നോട്ടെ, എനിക്കൊന്നും പറയാനില്ല അവരോട്. ഇവൻ ഈ പറയുന്നതിനകത്തൊന്ന് ചിന്തിച്ചാൽ മതി. ഇവൻ എന്താണ് ഈ കാട്ടിച്ച് കൂട്ടുന്നതെന്ന് ഇപ്പോൾ ഉള്ളത്. ഇവനിതായിരുന്നോ? അവൻ തായിയാവാൻ പോയിരിക്കുന്നവൻ സെൽഫ് ക്ലെൻസിങ് കള്ളൻ. വേറൊരു സാധനം കൂടെ ഇത് കാണും. അല്ല ഇതല്ല, വേറൊരു സാധനം ഞാൻ കാണിച്ചത്. ഈ വീഡിയോ തീർത്തേക്ക്, എനിക്ക് വയ്യ. നിങ്ങൾക്കും വെറുപ്പാവും എന്റെ വർത്താനം കേട്ടാലെന്ന് എനിക്കറിയാം. സീസൺ ഒരു ഗെയിം കഴിഞ്ഞ് ഞാൻ ഗെയിം കഴിഞ്ഞു. പിന്നെ ഞാൻ എടുത്ത് തലയിൽ വെച്ച് കൊണ്ട് നടക്കാറില്ല, ഞാനത് പേഴ്സണലി എടുത്ത് പോകാറില്ല. ഈവൻ റോബിനോട് ചോദിച്ചാലോ, റോബിനും ഞാനും ആണെങ്കിലും കുറേ അങ്ങോട്ടും കൊണ്ടും പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും റോബിനും ഞാനും ആണെങ്കിലും മച്ചാന്ന് പറഞ്ഞ് നിൽക്കും. ഓക്കെ, മച്ചാനാ റോബിന് നീ മച്ചാൻ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എടാ. നീ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കൊന്നു വിട്ടതല്ലേ, എന്നിട്ട് ഇപ്പൊ മച്ചാനും ഇതേ കണക്കല്ല നീ മച്ചാനും ചിലപ്പോൾ അഖിൽമാരാറിന്റെ കേസിലും പറയുന്നത്. എന്നിട്ട് നാളെ അവനെ നീ ഇന്ന് വന്നിട്ട് നീ അവനെ കുറ്റം പറയുകയും ചെയ്തു. ഇത് തന്നെ ആയിരിക്കത്തില്ല നീ റോബിന്റെ കേസിലും കാണുന്നത്. ഇന്ന് നീ മച്ചാൻ പറഞ്ഞു, നീ ആയതുകൊണ്ട് നമ്പാൻ പറ്റത്തില്ല. നാളെ വന്നിട്ട് നീ റോബിന് ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ വന്നിട്ട് പറയും. എടാ ബാക്കി അഖിൽമാരാര് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അഖിൽമാരാർ പറഞ്ഞ 1-2 സാധനങ്ങളൊക്കെ കണ്ടു. ഈ അഖിൽമാരാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചെങ്ങാതി ഒരു 1.5 മണിക്കൂറൊക്കെ ലൈവ് ഇട്ടിരുന്ന് പറയും. ഞാനാണ് വായ്ത്താളത്തിൽ ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ വായ്ത്താളത്തിൽ അപ്പനായിട്ട് വരും അഖിൽമാരാർ. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ മനുഷ്യനല്ലേ ഇപ്പം പറഞ്ഞ കാര്യം ചിലപ്പോൾ അപ്പം പറയുമ്പോൾ അത് വ്യത്യാസം കാണും. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ 1.5 മിനിറ്റ് മുന്നേ പറഞ്ഞ കാര്യം തന്നെ മാറ്റിയിട്ട് അടുത്തൊരു 30 സെക്കൻഡ് ഇവ മാറ്റി. അപ്പം അണ്ണൻ തന്നെ സ്വന്തമായിട്ട് അങ്ങ് പറയുകയാണ്, വായ്ത്താളത്തിൽ ഞാനായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അറിയാം, അപ്പൊ വായ്ത്താളത്തിൽ ഞാനാണ് ബെസ്റ്റ് എന്നല്ലേ. ആ ഒരു സാധനം നീ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു തേങ്ങയല്ല. മനസ്സിലായ? നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു മൂഡ് അത് കളയണ. നിന്റെ നാശത്തിന് തന്നെ അത്, ഈ പറയുന്നത് എനിക്കൊക്കെ വളരെ കുഞ്ഞു. നിന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറ്റത്ത് പോലും വരാനുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഉള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കൂടാ. നിന്നെ പോലല്ല. നീ ഇപ്പം അഖിൽമാരാർ മറ്റേ കൊളകൊളോ അടിക്കും, ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറയുന്നതെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. തരാൻ നിനക്ക് ഞാൻ അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാടാ മോനെ. നീ ഇപ്പൊ പറയുന്നതാണ് നീ പിന്നെ പറയുന്നത് അല്ലേ. നീ മുടുക്കൻ. ഈ ഒരു കാര്യം തെളിയിക്കാനാണ് എനിക്ക് ഈ ഒരു വീഡിയോ ആൾക്കാർ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടെ ഇവന്റെ കുറച്ചൊരു തുള്ളിയും കൂടെ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ ഒന്ന് കണ്ടു തീർത്തു. നീ കളിച്ച പോലെ തന്നെ എനിക്ക് കളിക്കണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കളി മാറ്റം ഞാൻ അങ്ങനെ തന്നെയാ നിന്നേ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇൻട്രോ കണ്ടു കാണില്ല. എൻ്റെ AV പലരും കണ്ടു കാണില്ല. ഞാൻ കുറേ യൂട്യൂബ് ചാനലിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എക്സ്പെക്റ്റേഷൻ എന്നുള്ളത്. നിങ്ങൾ മക്കളെ മറ്റേ ലാലേട്ടൻ എന്നെ സ്റ്റേജിൽ വിളിച്ച സമയത്ത് ഞാനൊരു AV കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ആരും എടുത്തു പിടിച്ച് നോക്കിയതോ കണ്ടോന്നും ഞാൻ കണ്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ഏജന്റിനെയാവും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സായി കൃഷ്ണനെയാണ്. നാട്ടുകാര് എക്സ്പെക്ടേഷൻ അതിന്റെ പറഞ്ഞ മാത്രം നീ കാണുന്നുള്ളൂ കമന്റ് ബോക്സിൽ. നിന്റെ തന്തയ്ക്കും തലവഴിയൊന്നും വിളിക്കുന്നത് നീ കാണുന്നില്ലേ? വേറെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, അതൊന്നും നീ കാണുന്നില്ലേ? എടാ എക്സ്പെക്ടേഷൻ വിട്ടുകളാ.
നീ വലിയ വർത്താനം ഇപ്പൊ പറഞ്ഞല്ലോ. ലാലേട്ടൻ മക്കളെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കൊടുത്ത AV-യിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, സീക്രട്ട് ഏജന്റ് അല്ല, സായി ആണ്. ഇവൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നോട്ട് ചെയ്ത് വെക്കാൻ. ഇപ്പൊ പറഞ്ഞ അഖിൽമാര് പിന്നെ മാറ്റി പറയും. എന്തൊരു സാധനം ഇവന്റെ കേസിൽ ഈ ഒരു സാധനം തന്നെയാണ്. ഇവൻ ഇപ്പൊ പറയുന്നതല്ല, പിന്നെ പറയുന്നത്. ഇവൻ AV-യിൽ എന്താ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ഞാൻ അതും ഇവൻ വെക്കുന്നുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. AV-യിൽ ഇവൻ പറഞ്ഞത് സീക്രട്ട് ഏജന്റ് അല്ല, സായി ആണ് കയറാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതെ, അല്ലാതെ ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ വൈഫിന്റെ ചാനൽ ഇവർ പോകുന്ന വഴിക്ക്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാൻ തോന്നുന്നു, ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തത്, ഒരു റിയാക്ഷൻ വീഡിയോ. ഇവന്റെ വൈഫ് തന്നെ ഇവരെ പണി കൊടുത്തെന്ന് പറഞ്ഞു, ചാനലിൽ കിടപ്പുണ്ട്. ആ സാധനം ഇവർ പോകുന്ന വഴിക്ക് ചെയ്തു. അതിനകത്ത് നിന്ന് ഇവൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാം ഇവൻ ഈ പറയുന്നുണ്ടല്ലോ, ഇവൻ ഇപ്പൊ പറയുന്നത് പിന്നെ പറയത്തുള്ളൂ, അത് ശുദ്ധ കള്ളമാണെന്ന് തെളിയിക്കുന്ന ഒരു സാധനം. അത് കള്ളനാണ് ഇവൻ. എന്താ കണ്ടു നോക്ക്. ബിഗ് ബോസിൽ പോവല്ലേ? അപ്പൊ എന്താ പ്ലാനോ? മാനിഷാദ അരുത് കാട്ടാവാ പിന്നെ കൊണ്ട് പ്ലാനുകൾ പുറത്തെടുത്തി. അപ്പൊ അവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യല്ലേ എല്ലാം. ഞാനൊരു പാവല്ലേ, വളരെ പാവല്ലേ അല്ലെ ഋതുവായി? പറയണ്ടോ? പാവം ഇത്രയും ചെറിയ പാവത്തിനെ കണ്ടില്ല, ഇനി കാണാലോ. വായല് വിരലിട്ടാ കടിക്കാത്ത ഒരു പാവമാണ് നമുക്ക് കൂട്ട്. ഇവരാരും ചോദിക്കില്ല, ഞാനും ചോദിക്കില്ല, കണ്ടറിഞ്ഞ് തരാൻ പറ്റിയും തന്നോളൂ. എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരും, നിങ്ങൾ എല്ലാവരും വോട്ട്. എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും, എല്ലാ ജയിലിലും കയറും, സകല കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അതെ ആദ്യം ഉറപ്പായിരുന്നു. എന്നിട്ട് അതിന് നേതൃത്വം ഏറ്റു. അതെ, ചത്താലും കരയാനും പോണില്ല. കരഞ്ഞാൽ ഞാൻ അന്ന് അവിടെ വിറ്റ്. പിന്നെ ആരും സെന്റിക്കഥ പ്രതീക്ഷിക്കാതെ, ഒരാള് സെന്റിക്കഥ പ്രതീക്ഷിക്കണ്ട. കഥ സെന്റി ആയിരിക്കും, പക്ഷെ പറയുന്ന രീതി വേറെ ആയിരിക്കും. കാരണം നമുക്ക് പറഞ്ഞ ശീലമുള്ളടെ. അപ്പൊ നമുക്കിനി ചത്താലും കരയൂല, കരഞ്ഞ അന്ന് ഇറങ്ങി വരും. ഇതൊക്കെ നീ പറഞ്ഞിട്ട് പോയതാണല്ലോ നീ. അതുപോലെ എന്താ മാനിഷാദ, നീ അവിടെ ചെന്ന് കഴിയുമ്പോ സെന്റിക്കഥ വരത്തില്ല, നീ മറ്റേ പൊളിച്ചു മറിക്കും, എല്ലാ കച്ചറത്തരത്തിനും കാണും, എല്ലാ ജയിലിലും കയറും. എവിടെയാടാ ആ ജയിലിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ലാസ്റ്റ് മറ്റേ അവിടെ ഒരു ജയിൽ കൊണ്ടെന്ന് വരുമ്പോ രാജാവായിട്ട് നീ അതിനകത്ത് കയറിയത്? രാജാവല്ല, നീ രാജാവാണല്ലോ നീ കയറിയത്. അവന്റെ നിങ്ങൾ ഇതൊന്ന് കണ്ടാൽ മതി. ഇത് പല ആൾക്കാരും കണ്ടു കാണത്തില്ല, ഇനിയിപ്പോ ഇത് കാണാനും പറ്റത്തില്ല. ഇത് എന്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ റിയാക്ട് ചെയ്തോണ്ട് അവിടെ കിടപ്പുണ്ട്. എന്റെ കയ്യിൽ വീഡിയോ മാത്രമായിട്ടില്ല, അതാണ് ഞാൻ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ആ വീഡിയോ എടുത്തിട്ട് ഇട്ട് തന്നെ. കാരണം ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, അത്രയും സ്പേസ് എന്റെ സിസ്റ്റം ഇല്ല, സിസ്റ്റം കംപ്ലൈന്റ് ആണ്. സോ എനിക്കിതെടുത്ത് സേഫ് ആക്കി വെക്കാൻ പറ്റിയില്ല. ഭാഗ്യത്തിൽ അത് യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു, ഞാനത് റിയാക്ട് ചെയ്തുകൊണ്ട്. ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനാണ് വന്നിരുന്നിട്ട് ഇവൻ മറ്റേ അഖിൽമാരാർക്കിട്ട് ഉണ്ടാക്കാനും എല്ലാവർക്കും ഇട്ട് എല്ലാരും പൊട്ടന്മാര്, ഞാൻ സൂപ്പറാണെന്ന് പറയുന്നവൻ. എനിക്ക് ഇവൻ കള്ളനാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് അറിയാം. ഇവനെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. ഇല്ലെങ്കിൽ എന്തിനിവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഇവന്റെ വൈഫിന്റെ ആ ഒരു ചാനലിൽ കിടന്ന വീഡിയോ എന്തിനു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? കാരണം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ കയറി ചെന്നതാണല്ലോ. ഇപ്പൊ എന്നിട്ട് ഇനിയിപ്പോ അവര് പറയാലോ, ഇല്ല ഞാനത് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പം അവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന്. വേണമെങ്കിൽ അവൻ പറയും, അവനായതുകൊണ്ട് ഉറപ്പായിട്ടും പറയും. ഇനി അവൻ അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ എവിടെ ആ വീഡിയോ എന്ത് ചെയ്യേ? നിങ്ങളൊന്ന് പോയി നോക്ക്. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾ പോയി നോക്ക്. MRS വോൾഫ് എന്നാണ് കറക്റ്റ് ആയിട്ട് വിത്ത് സ്പെല്ല് ചെയ്യാൻ പറഞ്ഞുതരാം. WOLF പോയി നോക്ക് അവന്റെ വൈഫിന്റെ ചാനൽ. ആ സാധനം കിടപ്പുണ്ടോന്ന് ലാസ്റ്റ് കിടന്നിരുന്ന വീഡിയോ ആയിരുന്നത് ഞാൻ നോക്കുമ്പോഴത്തേക്ക്. അതിപ്പോ ഇല്ല. എന്തിനു സായി, എന്തിനാ നീ മുക്കിയത്? എന്തിനു നീ മുക്കി? നീ കറക്റ്റ് ആണെങ്കിൽ, നിന്റെ സൈഡിൽ ഒരു തെറ്റുമില്ലെങ്കിൽ, നിനക്ക് തോന്നുന്നുണ്ട് നീ അടിപൊളിയായിട്ട് കളിച്ചു, നീ ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഇതെല്ലാം നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തിനാ വീഡിയോ കളയണം? അപ്പോ നീ പറഞ്ഞിട്ട് പോയത്, ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതൊന്ന്, അവിടെ കയറുമ്പോ ലാലേട്ടനെ കയറി AV കൊടുത്തത് വേറെ, അതിനകത്ത് കയറിയപ്പോ കാണിച്ചത് ഇതൊന്നും ബന്ധമില്ലാത്തത്. എന്നിട്ട് മറ്റേ വെളുപ്പിക്കാൻ നടക്കുക. എന്നിട്ട് വെളുപ്പിക്കാൻ നടക്കുന്ന പോട്ടെ, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നെഞ്ചത്ത് കയറാനും അവൻ പൊട്ടനും നീയും വലിയ സൂപ്പറുമാണെന്ന് പറഞ്ഞ് നടക്കുക. ആ നിനക്കിട്ടത് തരണോന്ന് ഞാൻ വിചാരിച്ചതാടാ മോനെ. നീ അങ്ങനെ മറ്റേ ആൾക്കാരെ ഇനി പറ്റിക്കണ്ട. കുറെ പേരെ നീ പറ്റിക്കുന്നുണ്ട് ഈ ഒരു സാധനമൊക്കെ ഇരുന്ന് കഥ പറഞ്ഞിട്ട്, കുറെ പേരെ. അതിനിയും വേണ്ട. ദൈവത്തെ ഓർത്ത് ഞാൻ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയാം, ഞാൻ വേറെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എല്ലാവരും ഈ വീഡിയോ കാണണമെന്നൊന്നും. ഈ വീഡിയോ നിങ്ങൾ കാണണം, ഇത് മാക്സിമം ഷെയർ ചെയ്യണം, ആൾക്കാർ അറിയണം. ഇവന്റെ ഈ കഥ കേൾക്കാൻ ഈ ആരും ഇരുന്ന് കൊടുക്കരുത്. മെയിനായിട്ട് ഇവന് പറ്റിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ വെറും മണ്ടന്മാരെന്ന് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവന്റെ. അതിനും വേണ്ട. അഖിലിനെ പറഞ്ഞ് എന്തിന്? ആദ്യം ഇവന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഇവൻ എന്താണെന്ന് ഇവൻ മനസ്സിലാക്കട്ടെ, എന്നിട്ട് ഇവൻ മറ്റുള്ളവരെ കുറ്റം പറയട്ടെ. ഈ പറയുന്ന ഞാനൊന്നും അത്ര വലിയ മഹാനും ഒന്നും ആണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, നമ്മളുള്ള കാര്യം പറയാം. പക്ഷെ ഇത് എന്താ ഇഷ്ടപ്പെടാന്നറിയോ? ഞാൻ വലിയ സെറ്റപ്പ് അത് പറഞ്ഞിട്ട് മറ്റു പരിപാടി കാണിക്കുന്നതാണ് നമുക്ക് പൊളിയുന്നത്. അപ്പൊ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് അറിയണം ഇനിയും ഇവനെ മറ്റേ പൊക്കാനായിട്ട് ആൾക്കാരുണ്ടോന്ന്.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയും, ഇതെല്ലാവരും അറിയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വലിയ നഷ്ടമൊന്നും നിങ്ങൾക്ക് വരാനില്ല. ഓക്കെ.